അഞ്ജു റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. താങ്ക് യു. സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. നല്ല സുന്ദരിയായിട്ടുണ്ട് കാണാൻ. താങ്ക് യു. നമ്മുടെ ഇവിടെ ഇന്ന് നമുക്ക് ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന വിധു ബാല ചേച്ചിയാണ്. ഓ നമസ്തേ മാം. നമസ്തേ. എവിടുന്നാ വരുന്നേ? ഞാൻ പാലക്കാട്ടിൽ. ഞാനും പാലക്കാട്ടുകാരിയാ. പാലക്കാട് ചിറ്റൂര് എന്ന് പറയും. ഓ അഞ്ജുവിന്റെ വീട് എവിടെയാ? പാലക്കാട്. എന്റെ വീട് കുഴൽമന്ദമാണ്. കുഴൽമന്ദം. അപ്പൊ ഈ പാട്ടിൽ അതായത് BA മ്യൂസിക് ആണല്ലേ, വോക്കൽ? അതെ അതെ. അത് ചെമ്പൈ കോളേജിലാണ്, പാലക്കാട്. സൂപ്പർ. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു, അതായത് ഈ പാട്ടിന്റെ ഒരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം എൻജോയ് ചെയ്യുന്നുണ്ട് അഞ്ജു? ഏറ്റവും കൂടുതൽ എത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം എനിക്ക് എൻജോയ് ചെയ്യണം എന്നാണ് ആഗ്രഹം. എനിക്ക് സങ്കടമൊക്കെ വരുമ്പോഴും എല്ലാത്തിനും എനിക്ക് റിലീഫ് കിട്ടുന്നത് ഈ മ്യൂസിക്കിലൂടെയാണ്. അതെ. എന്താണ് ഒരു ആഗ്രഹം, ഒരു വലിയൊരു ആഗ്രഹം മനസ്സിൽ എന്താണ് കിടക്കുന്നത്? എനിക്ക് രാഗ സിസ്റ്റേഴ്സിന്റെ അടുത്ത് പാട്ട് പഠിക്കണമെന്നാണ് ആഗ്രഹം. രാഗ സിസ്റ്റേഴ്സിന്റെ അടുത്ത് പാട്ട് പഠിക്കണം, അത് അങ്ങനെ തോന്നാൻ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടോ? കുറേ റീസൺ ഉണ്ട് മാം. എസ്പെഷ്യലി അവരുടെ വോയിസ് എന്നെ വല്ലാതെ അട്രാക്ട് ചെയ്തിട്ടുണ്ട്. ശ്രുതിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന വോയിസും പാട്ടും അവരുടെ പെർഫെക്ഷനാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ക്ലാസിക്കൽ സിംഗർ ആരാ? അതും രാഗ സിസ്റ്റേഴ്സിന്റെ. ഫിലിമിലാണെങ്കിലോ നമ്മുടെ പ്ലേ ബാക്ക് സിംഗിങ്ങിൽ ഇഷ്ടപ്പെട്ടത് ആരെയാണ്? ദാസാറും ചിത്ര ചേച്ചി. ചിത്ര ചേച്ചി എപ്പോഴെങ്കിലും നേരിട്ട് കാണാനോ അല്ലെങ്കിൽ ഈ ദാസാറിനെ കാണാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. എനിക്ക് അവരെ കാണണമെന്നും ബ്ലെസ്സിങ് വാങ്ങിക്കണമെന്നും ഭയങ്കര ആഗ്രഹമാണ്. അതെ, നമുക്ക് എന്തായാലും ഈ ഒരു പ്രോഗ്രാം അവര് കാണും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ ഇരിക്കാം. ആൻഡ് ഇത് അഞ്ജു പറഞ്ഞ കാര്യം അവർ കേൾക്കട്ടെ, അല്ലേ? അപ്പൊ ഈ കുഞ്ഞിലും അതായത് ബൈ ബർത്ത് കാഴ്ച കുറവാണെന്ന് നമ്മൾ അറിഞ്ഞു. എങ്ങനെയൊക്കെയാണ് അപ്പം ഇത് ട്രീറ്റ്മെന്റ്സ് ഒക്കെ നടത്തുന്നുണ്ടോ? ട്രീറ്റ്മെന്റ്സ് നടത്തിയിരുന്നു. ചെറുതില് പ്രസവിച്ചതിന്റെ 4ാം ദിവസം തന്നെ നമ്മള് കോയമ്പത്തൂര് പോയതാണ്. അപ്പൊ അവര് പറഞ്ഞത് ഞരമ്പിന് വളർച്ചയില്ല. അതെ. ശരിയാവുകയാണെങ്കിൽ 12 വയസ്സിന്റെ ഉള്ളിൽ ശരിയാവുമെന്ന് അവർ പറഞ്ഞായിരുന്നു. ഓ അത് ശരി. പിന്നെ നമ്മൾ കുറെ ട്രീറ്റ്മെന്റ് നടത്തിയതാണ്. പക്ഷെ അപ്പൊ ഇപ്പൊ അവര് പറയുന്നത് ഇത് ഒരു ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റില്ല. ഒരു കാരണം വേറെ എന്തെങ്കിലുമൊക്കെ വഴികൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. ഇല്ല, അത് ഞരമ്പിന്റെ പ്രശ്നമായതുകൊണ്ട് അങ്ങനെ തന്നെയാണ്. ഏറ്റവും കൂടുതൽ എൻകറേജ് ചെയ്യുന്നത് ആരാ വീട്ടില് പാട്ടിന്? അച്ഛനും അമ്മയും. രണ്ടുപേരും. കൂടെ പുറപ്പുകൾ എത്ര പേരുണ്ട്? 2 പേരുണ്ട്. 2 ബ്രദേഴ്സ് ആണ്. അവരാണ് എനിക്ക് തോന്നുന്നു എപ്പോഴും കൂടെ നിന്ന് ഓരോ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ ഒരു പാട്ട് കേൾക്കുമ്പോഴും അതിൽ ഇതാണ് സംഭവിക്കുന്നത്. ഓരോ സ്ഥലത്തെ കാഴ്ചകൾ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത് അവരായിരിക്കും, അല്ലെ? നമ്മൾ ഈ റെഡ് കാർപ്പറ്റ് എന്ന് പറയുമ്പോൾ അഞ്ജുവിന്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു സങ്കല്പം ഉണ്ടോ? ഇവിടെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഇതിന്റെ രീതി എങ്ങനെയായിരിക്കും, ഫ്ലോർ എങ്ങനെയായിരിക്കും, അങ്ങനെ ഒന്നുമില്ല. അപ്പൊ ഞാൻ ഇപ്പൊ എന്തായാലും ഒന്ന് പറഞ്ഞുതരാം. ഇവിടെ ഇതൊരു ഒരു വലിയൊരു ഫ്ലോർ ആണ്. ഇവിടെ ഞങ്ങൾ 2 പേരും ഇങ്ങനെ അപ്പുറത്തും അഞ്ജുവിന്റെ തൊട്ട് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് 2 പേര് ഇരിക്കുന്നു. അഞ്ജു ഞങ്ങളുടെ നടുക്കാണ് ഇരിക്കുന്നത്. ചുറ്റും കുറേ ഇങ്ങനെ ക്യാമറകളുണ്ട്. അവരുടെ മുന്നിൽ നോക്കിയിട്ടാണ് അഞ്ജു സംസാരിക്കുന്നത്. അഞ്ജുവിന്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഇങ്ങനെ സൈഡിൽ ഇരിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ പാട്ട് പാടാൻ പോവാണ്. അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് കൂടെ വന്നിരിക്കുന്ന അവരെ കൂടി ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം, എല്ലാവർക്കും റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. അഞ്ജുവിന്റെ അച്ഛനാണ്. പേര് ബാലകൃഷ്ണൻ. അച്ഛൻ എന്ത് ചെയ്യണു? ഞാൻ KSRTC കണ്ടക്ടർ ആയിരുന്നു. ഇപ്പൊ റിട്ടയർഡ് ആയി. അപ്പൊ ഈ അഞ്ജുവിന്റെ പാട്ടിനെ പ്രോത്സാഹിപ്പിക്കുന്ന മെയിൻ ആളിൽ ഒരാള് അച്ഛനാണ്. അച്ഛന്റെ പാട്ടുകൾ ഒരുപാട് ഇഷ്ടമാണോ? ഇല്ല, കേൾക്കാനും താല്പര്യം. കേൾക്കാറുണ്ട്. അതെ. ഇനി ഇതാരാണ്? അഞ്ജുവിന്റെ ബ്രദറാണ്. അനിയന്റെ പേര് അജി. എന്ത് ചെയ്യണു? ഞാൻ 10th കഴിഞ്ഞു. ഓക്കെ. ഇനി ഇത്? ഞാനും ബ്രദറാണ്. 2 ബ്രദേഴ്സ് ഉണ്ട്. ഓക്കെ. പേര്? എൻ്റെ പേര് അജു. അജുവിന്റെ ആഗ്രഹങ്ങളൊക്കെ എന്തൊക്കെയാണ് പ്ലാനിങ്, ഫ്യൂച്ചർ പ്ലാൻസ്? ആർമി, നേവി. ഓക്കെ, ഗ്രേറ്റ്. പൊക്കമുണ്ട്, നല്ല പൊക്കം. അതെ. അത് ആ ഒരു ഫിസിക്കൽ ആർമി ഓഫീസർ ആവാനൊക്കെ പറ്റുന്നതാണ്. അപ്പൊ അങ്ങനെ തന്നെ ആവട്ടെ, അല്ലേ? താങ്ക് യു. ഇത് അഞ്ജുവിന്റെ അമ്മ. പേര് പറയൂ. ലക്ഷ്മിക്കുട്ടി എന്നുണ്ടോ? ലക്ഷ്മിക്കുട്ടി പാടുവോ? ഇല്ല. പാട്ട് കേൾക്കും. നേഴ്സ് ഇങ്ങനെ കുട്ടിക്ക് ഇങ്ങനെ ആവുന്നതിന് ഡോക്ടർ എന്താ കാരണം പറഞ്ഞത്? എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് അവര് പറഞ്ഞത് പനി, എന്താണ്, ഗർഭിണിയായിരിക്കുന്ന സമയത്ത് പനി വന്നിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടേ ഇല്ല. പക്ഷെ എന്താ ഇങ്ങനെ സംഭവിച്ചെന്ന് അറിയില്ല. വേറെ നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഇതുപോലെ? ആർക്കും ഇല്ല. പ്രത്യേകിച്ചൊരു റീസൺ പറഞ്ഞില്ല.
അപ്പൊ അമ്മയാണ് കുഞ്ഞിലെ മുതൽ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്തത്. അതെ അതെ എല്ലാവരും ഇപ്പൊ പറഞ്ഞു നിങ്ങളുടെ ഒരു സപ്പോർട്ട് കാരണമാണ് അഞ്ജു ഇവിടെ എത്തിയിരിക്കുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷം. ഇനി ഇത് ഒരാളും കൂടി ഉണ്ടല്ലോ, അതാരാണ്? ഞാൻ അവളുടെ സോൾ സിസ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം. ഓ അത് ശരി. ഞങ്ങള് ഒരു ക്ലാസ്സിൽ പഠിച്ചതാണ് BA-ക്ക്. പക്ഷെ എന്റെ അനിയത്തി ആണ്. അനിയത്തിയാണ്, അതെ. കൂടെ എപ്പോഴും എല്ലാ കാര്യത്തിലും ഉണ്ടാവുന്ന, എപ്പോഴും എന്റെ ഈ സൈഡിൽ ഇങ്ങനെ കോർത്ത് പിടിച്ച് നടക്കും. പേര് പറഞ്ഞില്ല? അഭിനന്ദ. അഭിനന്ദയും അപ്പൊ BA കംപ്ലീറ്റ് ചെയ്തു. ഒരു പാട്ടുകാരിയാണ്. ബൈ പ്രൊഫഷൻ പാട്ടായിട്ട് തന്നെ ചൂസ് ചെയ്യാനോ അത് വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഞാൻ കർണാട്ടിക് മ്യൂസിക്കിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നാട് എവിടെയാണ്? നാട് ട്രിവാൻഡ്രമാണ്. ട്രിവാൻഡ്രമാണ്. അത് ശരി. അപ്പൊ ഇത്രയും നല്ലൊരു സുഹൃത്തിനെ കിട്ടിയത് വലിയൊരു ഭാഗ്യമാണ്. ഫാമിലിയെ പോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റർ അല്ലെങ്കിൽ അതേപോലെ ഒരാളെ കിട്ടി അല്ലേ? അതെ അതെ അതെ. അപ്പൊ എന്തായാലും നമുക്ക് വേണ്ടിയിട്ട് ഇന്നൊരു പെർഫോമൻസ് ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അതിന് മുമ്പ് നമുക്ക് ക്ലാസിക്കലിന് എന്തെങ്കിലും ഒരു 4 വരി കേട്ടാൽ. ഞാനൊരു ഭജൻ പാടാം. യമൻ കല്യാണിയിലുള്ള. ശരി. ഭാവയാമി ഗോപാലബാലം മനസേവിതം തത്പദം ചിന്തയേയം സദാ. ഭാവയാമി ഗോപാലബാലം മനസേവിതം തത്പദം ചിന്തയേയം സദാ. ഭാവയാമി ഗോപാലബാലം മനസേവിതം തത്പദം ചിന്തയേയം സദാ. അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ശബ്ദം.